ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഇടിയപ്പവും മുട്ടക്കറി. നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയാണ് ഗേസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഇനി വേണ്ടത്? സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മുട്ട. അപ്പം ഇത്രയാണ് ഗേസ് നമുക്ക് വേണ്ടത്. മുട്ട പുഴുങ്ങാൻ വെക്കുവാണ്. മുട്ട പുഴുങ്ങാൻ വെക്കാൻ പോവാണ് ഗേസ്. പുഴുങ്ങിയിട്ട് കാണാം ഗേസ്. ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അരിപ്പൊടി വറക്കാൻ വെക്കുകയാണ് ഗേസ്. റെഡിയായി ഗേസ്. നമ്മൾ മുട്ട കറി ഇതാക്കാൻ പോവുക. സ്റ്റവ് കത്തിച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുകയാണ് ഗേസ്. കടുകിട്ട് ഗേസ്. കറിവേപ്പില ഇട്ട് ഗേസ്. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇടാണ് ഗേസ്. ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഗേസ്. തുള്ളി ഇടാൻ പോവുകയാണ് ഗേസ്. വേഗം വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുവാണ്. വേഗം വാടാൻ വേണ്ടി ഉപ്പിടാൻ പോവുകയാണെങ്കിൽ ഇത് വാടിയിട്ട് കാണാം. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ് ഗേസ്. തക്കാളി ഇടാൻ പോവാണ് ഗേസ്. തക്കാളി ഇടുവാണ്. തക്കാളി ഇട്ട് ഗേസ്. മല്ലിപ്പൊടി ഇടാൻ പോവാണ് ഗേസ്. മുളക് പൊടി ഇടാൻ പോവാണ് ഗേസ്. കുറച്ച് കുരുമുളക് പൊടിയാണ് ഗേസ്. ഉപ്പ്. അത് ചൂടായി ഗേസ്. നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാ. ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യും ഗേസ്. നമ്മൾ അതിനകത്തോട്ട് മസാലപ്പൊടി ഗേസ്. റെഡി ഗേസ്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അത് കഴിക്കാൻ അതിനകത്തോട്ട് ഉപ്പിടാൻ പോവുകയാണ് ഗേസ്. നെയ്യ്. തിളച്ച വെള്ളത്തിൽ വേണം മാവ് കുഴയ്ക്കാൻ. സോഫ്റ്റായിട്ട് കുഴച്ച് ഇനി ഇടിയപ്പം ഉണ്ടാക്കണം. ഇനി നമുക്ക് അച്ചിലിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം. ബാക്കി കേസിന് നമ്മൾ ഇതാക്കാൻ പോവാണ്. ഇതിനകത്തോട്ടിടാൻ പോവാണ് കേസ്. തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഗേസ്. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തിട്ട് കാണാം. രണ്ടെണ്ണത്തി അതുപോലെ ചെയ്തെടുത്ത് ഗേസ് നമ്മൾ അതിനകത്തോട്ട് വേവിക്കാൻ പോവാം.
പിന്നെ നമുക്ക് വെന്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറിയും റെഡി ഗെയ്സ്. നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.